ഹായ് എസ് ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ഇമോഷണൽ ആ ഒരു ഗ്യാപ്പ്, അതായത് മാനസിക അകൽച്ച എങ്ങനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കുറേ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നം ഞാൻ കാണാറുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന ആളുകളായിരിക്കാം, പക്ഷേ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും. ഭയങ്കരമായിട്ട് ഗ്യാപ്പ് അവർക്ക് തന്നെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതിന് കുറേ കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ വഴക്കുകളൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുമ്പോൾ രണ്ടും ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. സോ രണ്ടുപേരും ഡിഫറെൻ്റായ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പറയുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ടൈം എടുക്കുക. അതായത് ഒരു വഴക്ക് ഉണ്ടാകുന്ന ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുന്ന ആ ഒരു ടൈമിൽ തന്നെ പ്രതികരിക്കാതിരിക്കുക. ഒരു 5-10 മിനിറ്റ് എടുക്കുക. എന്നിട്ട് അപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കൂളായിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. അതല്ലാതെ പെട്ടെന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും പറയുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കാവും. കാരണം ആ ഒരു സമയത്ത് വാശിയ ഉണ്ടാവുക. അവരിപ്പോൾ ദേഷ്യത്തിന് എന്തെങ്കിലും പറയും, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പോൾ നിങ്ങൾ തിരിച്ച് എന്തെങ്കിലും പറയും. അപ്പോൾ അവരുടെ ദേഷ്യം കുറച്ചുകൂടി ഇരട്ടിയാവും. അപ്പോൾ അതിൽ അവർ വേറെ പ്രതികരിക്കും, നിങ്ങൾക്ക് ദേഷ്യം കൂടും, നിങ്ങളും പ്രതികരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതായത് വഴക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അവർക്ക് ദേഷ്യം വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ, ആൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലായിരിക്കാം. സമയമുണ്ട്, ഇത് പറഞ്ഞ് സോൾവ് ആക്കാം. ബിക്കോസ് ഇനിയും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യത്തെക്കുറിച്ച് തന്നെ കുറേ ചിന്തകൾ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുറേ പേര് പറയുന്നൊരു കാര്യമുണ്ട്, നീ അങ്ങനെ ചെയ്തില്ലേ, നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ഈ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ പറയേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നുള്ള കാര്യം. അതായത് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, എനിക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പറയാം. അതല്ലാതെ നീ അത് ചെയ്തില്ലേ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അവരെ കുറ്റപ്പെടുത്തുന്നത് പോലെ തോന്നും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ തോന്നി കഴിയുമ്പോൾ അവർക്കത് വീണ്ടും ദേഷ്യം കൂടുക ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു വെറുപ്പായിട്ട് മാറുക ചെയ്യുക. കാരണം എപ്പം നോക്കിയാലും ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങൾ കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നീ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല, ഞാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വളരെ കാം ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. ആ ടോൺ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ദേഷ്യം വരുന്ന സമയത്ത് ഒരുപാട് ഹൈ വോയിസിലായിരിക്കും നമ്മൾ പറയുണ്ടാവുക. ദേഷ്യം വരുമ്പോൾ ഭയങ്കരമായിട്ട് വോയിസ് ഇട്ട് നമ്മൾ സംസാരിക്കും. അതുപോലെ അത്യാവശ്യം സ്പീഡിലായിരിക്കും പറയുണ്ടാവുക. അപ്പോൾ ആ ഒരു ടോൺ ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പം നിങ്ങൾ കുറച്ച് കാമായിട്ട് കൂളായ രീതിയിൽ വേണം പറയാനായിട്ട്. ഭയങ്കര സ്ലോ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അതാകുമ്പോൾ നിങ്ങൾ ദേഷ്യത്തിലാണ് എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടില്ല. അപ്പം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടോൺ ഡിഫറൻസ് ശ്രദ്ധിക്കുക. ഇതുവരെ ഉണ്ടായിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, ചിലപ്പോൾ നമ്മൾ പറയുന്ന വേർഡ്സ് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ പറയുന്ന ടോണില്ലേ, അത് കുറച്ചുകൂടി ഒരു ദേഷ്യത്തിലാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുക നമ്മൾ ദേഷ്യത്തിൽ എന്തോ പറയുകയാണെന്നുള്ളത്. അപ്പോൾ ആള് ആ ഒരു രീതിയിൽ തന്നെ തിരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. അപ്പോഴും അവിടെ പ്രശ്നം ഉണ്ടാവുക ചെയ്യാം. അപ്പം നമ്മൾ ടോൺ എപ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കുറച്ച് സ്ലോ ആയിട്ട്, ഒരുപാട് ഭയങ്കര ഹെവി ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് സംസാരിക്കുക. അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ജസ്റ്റ് നിങ്ങൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ കുറേ മോശമായുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുറയും എന്നുള്ളതാണ്. അതായത് അത് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോണിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ദേഷ്യത്തിൽ സംസാരിക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, മീനിങ് ക്ലാരിഫൈ ചെയ്യാം. ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുണ്ട്, അവരെന്തിനാണ് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ പാർട്ട്ണർ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അതായത് ആൾ ഇതാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊന്നല്ല ആളെക്കുറിച്ച് വിചാരിച്ചത്, ഇത്രയും മോശമാണെന്ന് ഞാൻ കരുതിയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ നമ്മുടെ പാർട്ട്ണറെ വിളിച്ചു എന്ന് വിചാരിക്കാം. വിളിച്ചിട്ട് ആള് കോൾ എടുത്തില്ല.
അതായത് ആൾ കോൾ എടുക്കുന്നില്ല, 2 പ്രാവശ്യം വിളിച്ചിട്ട് ആൾ കോൾ എടുക്കുന്നില്ല, പക്ഷെ വാട്സപ്പിൽ നോക്കിയപ്പോൾ ആളിനെ ഓൺലൈനിൽ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും. ആർക്കായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവുക, ഞാൻ വിളിച്ചിട്ട് എടുക്കുന്ന പോലും ഇല്ല, പക്ഷെ ഓൺലൈനിലുണ്ട്, അപ്പോൾ ആരുമായിട്ടായിരിക്കും ചാറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് ചിലർ ചിലപ്പോൾ ഫസ്റ്റ് ചോദിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും തോന്നുമോ, എന്നോട് ദേഷ്യമാവോ, ഇനിയിപ്പോൾ ആൾക്ക് ഫീൽ ആവുമോ, ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കില്ല. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ആ ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ട്, വേറെ ആർക്കോ ചാറ്റ് ചെയ്യുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഉള്ളിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു 2ാമത്തെ ദിവസം നമ്മൾ വിളിക്കുന്ന സമയത്ത് ആള് വേറൊരു കോളിലാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കി അങ്ങോട്ട് ചിന്തിച്ചെടുക്കും. അപ്പൊ അവൾക്ക് അല്ലെങ്കിൽ അവനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പൊ ഈ സംഭവം ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, സംശയം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. അതൊരു ദിവസം പോകുമ്പോഴായിട്ട് പൊട്ടിത്തെറിക്കും. സത്യം പറഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ആള് എന്തെങ്കിലും ഒഫീഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും വാട്സപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ തിരക്കായതുകൊണ്ട് നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാത്തത് കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് ആൾക്ക് അറിയില്ല. അതുകൊണ്ട് ആൾ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ ശ്രമിച്ചില്ല. കാരണം ആൾക്ക് അറിയില്ല നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആളുടെ പറയുന്നതിന്റെ മീനിങ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക, നീ എന്താ ഇപ്പൊ പറഞ്ഞത്, എനിക്കത് മനസ്സിലായില്ല എന്ന് പറയാം. അത് ക്ലിയർ ആയിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ 50% ഓഫ് നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആയി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ടുള്ള, അതായത് മീനിങ് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാർട്ട്ണറുടെ ഫീലിങ്സിന് വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അവര് കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് തിരിച്ചും. അവർ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സോ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഒത്തിരി വിഷമാവെന്ന് മാത്രമല്ല, അവർക്ക് നമ്മളോടുള്ള ഇഷ്ടവും താല്പര്യവും ഒക്കെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട്, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിനക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ അവരോട് പറയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നിങ്ങളെപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വേണം, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. പലപ്പോഴും പല റിലേഷൻഷിപ്പിലും ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ മനസ്സിലാക്കാത്ത ഒരാളോട് നമുക്കൊന്നും ഷെയർ ചെയ്യാനോ പറയാനോ ഒന്നും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ, പറഞ്ഞിട്ട് എന്താ കാര്യം, ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടെങ്കിൽ അത് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു കുറവ് തന്നെയാണ്. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടാവുന്നത്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറഞ്ഞു പോകുന്നതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ ഉള്ളിലുള്ള കാര്യം എന്താണെന്നുള്ളത് അവർ പറയുന്നുണ്ടെങ്കിൽ അതെങ്കിലും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ടൈം മാറ്റി വയ്ക്കുക അതിന് വേണ്ടിയിട്ട്. വേറെ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക മീൻസ് അതിനൊരു ടൈം കൊടുക്കുക. പക്ഷെ ഇവർ സംസാരിക്കുന്ന സമയത്ത് അതിന് കേട്ടിരിക്കാൻ ശ്രമിക്കുക. അവരെന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർക്കുള്ള അവരുടെ മാനസികാവസ്ഥ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അകലം ഒത്തിരി കുറയും. അതൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് പറയുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറവ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് മാറി കിട്ടാനായിട്ട് എന്തായാലും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതെല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോയിന്റ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്